ശ്രീ അസഫ് അലി, ഇവിടെ ജനപ്രതിനിധികൾ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന്, അവർ ആരോപണ വിധേയരാണെങ്കിൽ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടുന്നതല്ലേ ഉചിതം? അതല്ല MLA എന്നുള്ള സ്ഥാനത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള നിയമത്തിൽ പ്രിവിലേജസ് ഉണ്ടോ? അതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് സാർ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷനാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ സർക്കാർ ഒരു നടപടിയും ഇപ്പോഴും നടത്തിയിട്ടില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മാത്രം കടമെടുത്ത് പറഞ്ഞാൽ മതി. ഒരു SIT എന്താണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. കേരളീയ സമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ആ ഒരു ടീമിനെ രൂപീകരിച്ചത്. അവർക്ക് കേസന്വേഷണ അധികാരമില്ല. പോലീസ് ആക്ട് പ്രകാരമല്ല അവരെ നിയമിച്ചിരിക്കുന്നത്. അവർ ഒരു FIR പ്രകാരം റേസ് ചെയ്ത ഒരു കേസും അവർ ഈ നിമിഷം വരെ അന്വേഷിക്കുന്നില്ല. ഈ ഇരകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അതിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ നമ്പർ വ്യാപകമായി പ്രചരിപ്പിച്ച് നിങ്ങൾ എല്ലാ പരാതിയും ഞങ്ങൾക്ക് തന്നാൽ മതി, അവർ കേസ് റേസ് ചെയ്യാനുള്ള അധികാരമില്ല. നമ്മുടെ CRPCയും BNSSും അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ളൂ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ SIT ഒരാളെ വിളിപ്പിക്കുന്നു. CRPCയിലെ പഴയ 160, ഇപ്പോഴത്തെ BNSലെ വകുപ്പ് അനുസരിച്ചിട്ട് അവർ വരുന്നില്ല. അങ്ങനെ വിളിപ്പിക്കണമെങ്കിൽ അവർക്ക് കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടേ വിളിപ്പിച്ചുള്ളൂ. ഇവർക്കൊരു സ്ഥലം സെർച്ച് ചെയ്യാൻ പറ്റുമോ? സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് വാറന്റ് വേണം. സെർച്ച് വാറന്റുമായി മജിസ്ട്രേറ്റിന്റെ അടുത്ത് അരജി കൊടുത്താൽ മജിസ്ട്രേറ്റ് ചോദിക്കും വിച്ച് ക്രൈം ഇല്ല, FIR ഇല്ല എങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റുമോ? മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി റെക്കോർഡാക്കാൻ SITക്ക് സാധിക്കുമോ? ആ SIT മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു വിക്ടിമിന്റെ രഹസ്യമൊഴി റെക്കോർഡാക്കാൻ പോയാൽ മജിസ്ട്രേറ്റ് ചോദിക്കും വിച്ച് FIR ഇല്ല. അപ്പൊ SIT എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ്. ഈ ഇരകളെ വിളിച്ചു വരുത്തി സമ്മർദ്ദം ചെലുത്തി കേസ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹയാത്രികരും സംഘടിപ്പിച്ചിരിക്കുന്ന, ആലോചിച്ചെടുത്തിരിക്കുന്ന ഒരു സൂത്രവിദ്യയാണ് ഈ SIT. ഇത് SIT അല്ല, സ്പെഷ്യൽ ടീം മാത്രമാണ്. ഇതാണോ ഒരു കേസിന്? ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണ്? FIR ഇടാതെ പരാതി വാങ്ങി അവർ പരിശോധിക്കുന്നു. വാട്ട് ഈസ് ദ റൈറ്റ്? ഒരു കൊഗ്നിസബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ആരാണ് അന്വേഷിക്കേണ്ടത്? അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്? 176 BNSS നോക്കൂ. ഒരു ക്രെഡിബിൾ ഇൻഫർമേഷൻ വേണ്ട. ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയമുണ്ടെങ്കിൽ വിവരം വേണ്ട, മറ്റേതെങ്കിലും രീതിയിൽ പത്രം വായിച്ചിട്ടോ TV കണ്ടിട്ടോ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു കുറ്റകൃത്യ റീസണബിൾ സസ്പിഷൻ ഓഫ് ദി കമ്മീഷൻ ഓഫ് എ ക്രൈം എന്നാണ് പറയുന്നത്. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റമാണെങ്കിൽ അത് തന്നെ ഒരു കുറ്റമാണ്. ഇന്നലെ കൊച്ചി പോലീസ് കമ്മീഷൻ എന്താ ചെയ്തത്? കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അയക്കുന്നതിന് പകരം കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമില്ലാത്ത SITക്ക് അയച്ചു. ഇതാര് പറഞ്ഞതാണ്? ലോകത്തിൽ ആദ്യമായി ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അത് സർക്കാരിന്റെ പെട്ടിയിലിട്ട് പൂട്ടി ഭദ്രമായി താക്കോല് കീശയിലിട്ട് നടക്കുകയാണ് 4.5 കൊല്ലം. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഇതാ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് പ്രതികളാവാൻ വേട്ടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഹീനമായ തന്ത്രമാണ് ഈ SIT. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കേസന്വേഷണത്തിന്റെ ഒരു അധികാരവുമില്ല. അവർ പരാതി ലഭിക്കുമ്പോൾ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു. ഇത് FIRലേക്ക് എത്തിക്കണമോ വേണ്ടേ? വാട്ട് ഈസ് ദ റൈറ്റ്? ഒരു